ഹായ് ഫ്രണ്ട്സ്, ജെറി ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ ആണ്. എണ്ണ കാച്ചുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഈ മുടി കൊഴിച്ചിലിന്, മുടി തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടിയും ബലവും കിട്ടാൻ വേണ്ടിയായിട്ടുള്ളൊരു എണ്ണയാണ് സംഭവം. ഇതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ മുമ്പ് കാലങ്ങളിൽ എൻ്റെ അനിയത്തിക്ക് ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാച്ചി വെളിച്ചെണ്ണയിൽ കുറച്ച് ഇലകളൊക്കെ ഇടിച്ച് ചതച്ച് ഇട്ട് കാച്ചിയെടുത്താണ്. ആ ഇലകളെന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. നമുക്കറിയാന്നുള്ള എണ്ണ ഒന്നിൻ്റെ പേര് കീഴാനെല്ലി എന്ന് പറയും. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയലുകളിലൊക്കെ കിട്ടാത്തുള്ളൂ. പക്ഷെ ഇവിടെ എൻ്റെ വർക്കിംഗ് സൈറ്റിൽ, എൻ്റെ വർക്കിംഗ് പ്ലേസിൽ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഓടയുണ്ട്. അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു ഈ ഇല. അങ്ങനെ ഞാൻ അത് അമ്മയോട് വിളിച്ച് ചോദിച്ചു. അമ്മ പറഞ്ഞ ആ ഇല തന്നെയാണെന്ന് പറഞ്ഞ് അങ്ങനെ അത് ഞാൻ പറിച്ച്. അന്ന് ആ സമയത്ത് എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ബേബി സൈലന്റ്. അങ്ങനെ ഓക്കെ, ജീസസിന്റെ അങ്ങനെ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഈ എണ്ണ ഞാൻ കാച്ചി ഇട്ടതിന് ശേഷം എൻ്റെ മുടി കൊഴിച്ചിൽ അതോടെ നിന്ന്. അതായത് ഒരു മുടി പോലും ഇപ്പം കൊഴിയുന്നില്ല. നല്ല റിസൾട്ടാണ്. അപ്പോൾ ആ എണ്ണ തീർന്നായിരുന്നു. അപ്പോൾ എണ്ണ എനിക്ക് ഇനി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇല പറിക്കണം, അതിൻ്റെ ഇലയും കാര്യങ്ങളും പറിക്കണം, എണ്ണ കാച്ചണം. അപ്പോൾ അതൊരു വീഡിയോ ആക്കി ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതെങ്ങനെയാണ് എണ്ണ കാച്ചുന്നത്, അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഇത് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് കാച്ചി നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഇലകളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ട്രാവലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ആ ഇലകളൊക്കെ പറിക്കുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പറിക്കാൻ വേണ്ടി കുറച്ച് ദൂരം പോകണം. അതായത് ഒരു 10-20 മിനിറ്റ് ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്നായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇല എങ്ങനെയാണെന്ന്. അതാണ്ടേ ഈ വെള്ള മുട്ടിട്ട് നിൽക്കുന്നതാണ് കൈതോന്നി. ഇതിൻ്റെ പേരാണ് കൈതോന്നി, ഈ വെള്ള മുട്ടിട്ട് നിൽക്കുന്നത്. അതായത് ഈ ഏരിയയിൽ ഒരുപാടുണ്ട്, ആ ഭാഗത്തോട്ടൊക്കെ നിറയുണ്ട്. ഇതാണ് ഇതിൻ്റെ പേര്. ഇത് വയലുകളിലാണ് കൂടുതലും കാണുന്നത്. പക്ഷേ ഇവിടെ എന്തൊരു അത്ഭുതത്തിന് എനിക്ക് കിട്ടിയായിരുന്നു, ഇവിടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇല പറിക്കാൻ പോവുകയാണ്. ഇത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിനെ വേര് നശിപ്പിക്കുന്നില്ല, ഇല മാത്രമേ എടുക്കൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ഞാൻ എടുത്തത്, വേര് നശിപ്പിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെയും കിട്ടിയത്. അപ്പോൾ വേര് നശിപ്പിക്കാതെ ആ ഇല മാത്രമാണ് ഞാൻ എടുക്കുന്നത്. ഹായ് ബേബി, വെയിറ്റ് ഫോർ മീ. അപ്പോൾ ഇതാണ് കൈതോന്നി ബേബി. ഈ വെള്ള മുട്ടിട്ട് നിൽക്കും. അതായത് വെള്ള മുട്ടിട്ട് ഇതാണ് മെയിൻ, മുടിക്ക് വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് കൈതോന്നിയത്. അപ്പോൾ കുറച്ച് ഇനിയും കുറച്ച് എനിക്ക് പറിക്കാനുണ്ട്. പറിക്കുന്ന വീഡിയോ ആണ്. And Mama smell with the flowers. And smell like the flowers. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും വലിയ ഇലകൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഇതുപോലെ ചെറിയ ഇലകളായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നല്ല വലിയ ഇലകളാണ്. This one for you.
വന്നായിരുന്നു. പക്ഷെ വേര് ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഉപേക്ഷിക്കുന്നു, കാരണം പിന്നെയും വളരും അത്. Jasper. Thank you, Papa. 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 ഓക്കെ, തൽക്കാലം ഇത് ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഇല എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. Papa, wake up. പിന്നെ ഫ്രണ്ട്സ്, ഈ കാണുന്ന ഓട ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് രാത്രി കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നെടുമീനുണ്ടല്ലോ, നെടുമീൻ ഇഷ്ടം പോലെ പാമ്പ് പോലെ ഇങ്ങനെ വരി വരിയായിട്ട് കിടക്കുന്നതാണ്. പക്ഷെ പിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. ചറിവി ഓട ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഹോളുകളുണ്ട്. ഹോളുകളിലൊക്കെ കയറി അങ്ങ് ഒളിക്കും. ഇതിൻ്റെ അകത്ത് നിറയുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം നമ്മൾ പറിച്ചില്ലായിരുന്നു, കൈതോന്നി പറിച്ച ആ ഏരിയയിലും ഒരുപാടുണ്ട്. അവിടെ ഒരു 4-5 ഉള്ളൂ. ഇവിടെ പിന്നെ 7 ഉണ്ട്. ഇങ്ങനെ ഓടി വരും. ഇവിടെ വന്ന് ഇങ്ങനെ വരി വരിയായിട്ട് കിടക്കും. എന്തായാലും ഒരു ദിവസം ആ വീഡിയോയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, അത് പിടിക്കുന്ന വീഡിയോ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ കരിവേപ്പില വേണം. അപ്പം അതും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് കരിവേപ്പിലയാണ്. കരിവേപ്പില ഇവിടെ ആവശ്യത്തിനുണ്ട്. റോട്ടിൽ തന്നെ വളർന്നു നിൽക്കുന്നു. നമ്മൾ കരിവേപ്പില എന്ന് പറയും, യഥാർത്ഥ പേര് കറിവേപ്പില. മുമ്പ് ഇത് വലിയ നല്ല ഒരു മരമായിരുന്നു, അതിനെ വെട്ടി ഈ കോലത്തിലാക്കി. എന്നാലും ഇത് കുറച്ച് ആവശ്യമുണ്ട്, നിറയെ ആവശ്യമുണ്ട്. ഇത് റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്, ആരുടെയും വകയല്ല, പബ്ലിക്കിന്റെ വകയാണ്. ആവശ്യത്തിനായിട്ടുണ്ട്. ഓക്കെ, മതിയാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതാണ്, നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂവ്, അതുപോലെ തന്നെ അതിൻ്റെ ഇലയും. അപ്പോൾ ഞാൻ ഇത് പറിക്കുകയാണ്, ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇലയും പറിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തി ഇലയും കൂടെ പറിച്ചായിരുന്നു. അത് ഇവിടെ നിന്ന് തന്നെ കിട്ടിയത്, എൻ്റെ വീട്ടിൻ്റെ പരിസരമാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്കത് കളക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനു വേണ്ടിയുള്ള എല്ലാ ചെടികളും എല്ലാം ഇലകളൊക്കെ പറിച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യമായി വേണ്ടത് നമുക്ക് കോക്കനട്ട് ഓയിൽ, അതായത് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ചെമ്പരത്തി ഇല, അതിന് ചെമ്പരത്തി പൂവ്, പിന്നെ കറ്റാർ വാഴ, മൈലാഞ്ചി ഇല, അതുപോലെ തന്നെ കരിയേപ്പില, അതായത് കറിവേപ്പില, പിന്നെ തുളസി ഇല, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ കൈതോന്നി. അത് നമ്മൾ ഇതെല്ലാം നേരത്തെ പറിച്ച് കൊണ്ടുവന്നതാണ്. ഇനി ഇതെല്ലാം വന്നിട്ട് കഴുകി നല്ല അരച്ചെടുക്കണം.
അപ്പോൾ ഇതെല്ലാം വന്നിട്ട് കഴുകി നല്ല അരച്ച് നല്ല കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിനെ അരച്ചെടുക്കുന്ന വീഡിയോ നോക്കാം. അരച്ചെടുത്തിട്ട് ഞാൻ വരാം. ഫ്രണ്ട്സ്, ഈ ഇലയും കൂടെ ആവശ്യമുണ്ട്. ഇത് നഗര ഇലയാണ്, ഞാൻ മറന്നുപോയായിരുന്നു, ഇപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. ഈ ഇലയും കൂടെ ഇതിൽ ആഡ് ചെയ്യണം, എങ്കിലേ ആ എണ്ണ പൂർത്തിയാകത്തുള്ളൂ. ഈ ഇലയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം കൂടി അരച്ച് ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്, ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചിട്ട് അരച്ച് ഒരു കുഴമ്പ് പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണ കാച്ചാം. അതിനുവേണ്ടി ഞാനൊരു വലിയ വാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ എണ്ണ എന്ന് പറയുമ്പോൾ 2 കുപ്പിയുള്ളൂ. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതിനെന്ന് പറയുമ്പോൾ ഇതിൽ നിന്നും ഒരു 4 ബോട്ടൽ ഇതുപോലെ ഒരു 4 ബോട്ടൽ എണ്ണ നമുക്ക് തയ്യാറാക്കാം. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഈ 2 ബോട്ടലേ ഉള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ 2 ബോട്ടൽ വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കാച്ചുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റിലെ എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടാവണം. ആദ്യം ചട്ടി ചൂടാവണം. ഇപ്പം കഴുകി വെച്ചതുള്ളൂ, വെള്ളം നിൽപ്പുണ്ട്. ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കണം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതിപ്പോൾ എൻ്റെ ഹാളിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് കിച്ചണിൽ ലൈറ്റിങ് വന്നിട്ട് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്യാസ് എല്ലാം ഇത് ഹാളിലെടുത്ത് വെച്ചിരുന്നത് ചെയ്യുന്നത്. ഇതിവിടെ ഒരു ബോട്ടൽ എണ്ണയ്ക്ക് 15 റിംഗിറ്റാണ്. മലേഷ്യ ഇറങ്ങിയിട്ട് 15 ഇറങ്ങിയിട്ടാണ് ഇവിടെ ഒരു ബോട്ടൽ എണ്ണയ്ക്ക്. ഈ ഒരു ബോട്ടൽ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അതിന്റെ കൂടെ തന്നെ ഇത് അങ്ങ് ഇട്ടു കൊടുക്കണം. ഇത് പിന്നെ ചെറു ചൂടിലാണ് ഇത് ഇളക്കി കൊടുക്കണം. ഓഫായത് ചെറു ചൂടിൽ ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇത് നല്ല ബ്രൗൺ, ഈ എണ്ണ വന്നിട്ട് നല്ല ബ്രൗൺ കളറാവും. നല്ല ബ്രൗൺ കളറായി ഈ നമ്മൾ അരച്ച് ചേർത്ത ഈ ഇലകളെല്ലാം വന്നിട്ട് നല്ല മൺതരി പോലെ ആവണം. അതായത് നല്ല മൊരിഞ്ഞ് മൺതരി പോലെ ആവണം. ആ കണക്കിനാവുമ്പോൾ എണ്ണ കറക്റ്റ് പാകമായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് അരിച്ചും ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ കണ്ടില്ലേ, കളർ ചെറിയ ചേഞ്ചായി മാറി വരുന്ന കണ്ടില്ലേ. പിന്നെ ഒരു കാര്യം, നെല്ലിക്ക. അത് ഞാൻ മറന്നുപോയി നിങ്ങളോട് പറയാൻ വേണ്ടി. നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക, പച്ച നെല്ലിക്ക, അതും ഇതിനോട് അരച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെല്ലിക്ക ബെസ്റ്റാണ്. പക്ഷെ എനിക്ക് നെല്ലിക്ക കിട്ടാത്തതുകൊണ്ട് നെല്ലിക്ക പൗഡർ ഇവിടെ പൗഡർ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ നെല്ലിക്ക പൗഡർ മേടിച്ചാണ് ഞാൻ ഇതിലിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കണക്കിന് ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ പരുവാവുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണയുടെ കളർ കണ്ട ഇനിയും നല്ല കറക്കും ഈ എണ്ണ. അതായത് ഇത് നല്ല പോലെ മൊരിഞ്ഞ്, ഇതിപ്പോൾ മൊരിഞ്ഞിട്ടില്ല, ഒരു പരുവായിട്ടേ ഉള്ളൂ. നല്ല മൊരിഞ്ഞ് വരും. മൊരിഞ്ഞ് വരുമ്പോൾ
അതായത് അത് അറിയാൻ പറ്റും നമ്മൾ നല്ല മുരിഞ്ഞു വരുമ്പോൾ ആ കണക്കിന് ആകുമ്പോഴും ഇത് പരുവാകുന്നത് എണ്ണയ്ക്ക്. അപ്പോൾ ഇത് ഇനിയും കുറച്ച് ഇപ്പോൾ 1 മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട് എങ്കിൽ ഇനിയും ഇത് നമ്മൾ കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നെല്ലിക്ക മറക്കരുത്, നെല്ലിക്ക ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നല്ല പരുവായിട്ടുണ്ട്. അതായത് കണ്ടില്ലേ ഈ കണക്കിന് നല്ല മൊരിഞ്ഞ് വരണം. അതായത് നമ്മൾ ഇത് എടുത്തിട്ട് നമ്മൾ ഇടുമ്പോൾ ഒരു മണ്ണിൻ്റെ സൗണ്ട് ആയിരിക്കും. അതായത് നമ്മളിങ്ങനെ കിണ്ടുമ്പോൾ ഒക്കെ ആ ഒരു മണ്ണിൻ്റെ സൗണ്ട് ആയിരിക്കും മാറ്റുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പരുവം. നല്ല മൂത്ത് നല്ല പരുവം. എണ്ണയുടെ കളർ നോക്കിയേ, നല്ല കറുക്കും. ഈ നല്ല കറുത്ത് നല്ല പരുവായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അതുപോലെ തന്നെ ഒരു ആവി വന്നു തുടങ്ങും, നല്ല മണവുമായിരിക്കും. മണം എന്ന് പറയുമ്പോൾ വാരി കഴിക്കാൻ വേണ്ടിയായിട്ട് തോന്നും, ആ കണക്കിനുള്ള മണമാണ്. കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മൾ 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ആവി വന്നു തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നല്ല പരുവായിട്ടുണ്ട്. നല്ല പരുവായി കറക്റ്റ് പരുവത്തിനിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിൽ കൂടുതൽ നമ്മൾ കരിക്കാനും പാടില്ല, മൊരിക്കാനും പാടില്ല. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ കാണിച്ച വീഡിയോ, അതായത് ഞാൻ ചെയ്ത എണ്ണ നിങ്ങൾ മറക്കാതെ ചെയ്യുക. ഈ മുടി കൊഴിച്ചില്, അതുപോലെ തന്നെ മുടിക്ക് കട്ടിയില്ല, അങ്ങനത്തെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ, മുടിക്ക് ബലമില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, താരന് എനിക്ക് കൺഫേം ഇല്ല, കാരണം എനിക്ക് താരനില്ല, അതുകൊണ്ട് എനിക്ക് കൺഫേം ഇല്ല ഈ എണ്ണ താരനും ഒക്കെ ആണോ എന്ന്. ബട്ട് മുടി കൊഴിച്ചിലിനും മുടി വളരാനും ഇത് ബെസ്റ്റാണ്. മെയിനായിട്ട് പ്രവാസികൾ, നമ്മൾ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവർ, അതുപോലെ തന്നെ ക്യാപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്കെന്ന് പറയുമ്പോൾ ഒരുപാട് മുടി കൊഴിച്ചിലുണ്ടാകും. അവർക്കൊക്കെ ഈ എണ്ണ നല്ലതാണ്. കാരണം മുമ്പെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു. അതായത് കിടന്നിട്ട് ബെഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുടി, എനിക്ക് തന്നെ മനസ്സ് ആകപ്പാടെ തളർന്നു പോയി. പക്ഷേ ഈ എണ്ണ ഞാൻ ഉണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം നല്ല റിസൾട്ടാണ്. ഇപ്പം നോക്കിയേ, മുടി ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മുടി വരുമായിരുന്നു. ഇപ്പം നോക്കിയേ, ഒരു മുടി പോലും എൻ്റെ കൈക്ക് വരുന്നില്ല. ഇല്ല, കണ്ടില്ലേ? ഒരു മുടി പോലും വരത്തില്ല. അതുപോലെ ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ കൊട്ടുമായിരുന്നു. ഞാൻ ഇങ്ങനെ മുഖം കഴുകിയിട്ട് വാഷ് ബേസിനിൽ മുഖം കഴുകിയിട്ട് മുടി ഇങ്ങനെ വെറുതെ ഒന്ന് കുടഞ്ഞു നോക്കും. വാഷ് ബേസിൻ ഫുള്ള് മുടി, എൻ്റെ ചങ്ക തകരുമായിരുന്നു, എന്ത് ചെയ്യുമെന്ന്. പക്ഷേ ഞാൻ ഈ എണ്ണ ചെയ്ത്, അതായത് ഈ എണ്ണ ഉണ്ടാക്കി, അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നുന്നത് എൻ്റെ അമ്മ ഈ എണ്ണ ഉണ്ടാക്കും. പോരാത്തന്നെ ദൈവം സഹായിച്ച് ആ കറക്റ്റ് ഇലകളും മരുന്നുകളും കറക്റ്റ് അവിടെയൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്ത്, അതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ എണ്ണ ഉണ്ടാക്കി തലയിലിട്ട് നല്ല റിസൾട്ടാണ്. ഇന്ന് എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വളരുന്നുണ്ട്, നല്ല സ്ട്രോങ്ങുമാണ് മുടി. അതുകൊണ്ട് ഈ മുടി കൊഴിച്ചിലും മുടി വളരാത്തവർ ഉണ്ടെങ്കിൽ ഈ എണ്ണ ഇതുപോലെ ഞാൻ ഇന്ന് ചെയ്ത് കാണിച്ചതുപോലെ ചെയ്ത് കാച്ചി തലയിലിട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസും മലേഷ്യയിലെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ.